ഹായ് ഇബിനു ആണ്. 12,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഹൈറിച്ചിൻ്റെ ഡിജിറ്റൽ ID ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി എന്താണ് ഹൈറിച്ച് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സരസരാന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംമാതിരി വീഡിയോസ് കിട്ടും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും പോരുത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. എന്താണ് ഹൈറിച്ചിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? വളരെ സിമ്പിളായ രീതിയിൽ ഉത്തരം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഹൈറിച്ചിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 3 തരത്തിലുള്ള ഇൻകം സമ്പാദിക്കാം. ഒന്നാമത്തേത് എന്നുള്ളത് ഡിജിറ്റൽ പൂൾ ഇൻകമാണ്, രണ്ടാമത്തേത് റെഫറൽ ഇൻകമാണ്, മൂന്നാമത്തേതാണെങ്കിൽ നമ്മുടെ റോയാലിറ്റി ഇൻകമാണ്. അപ്പോൾ ഒന്നാമത്തെ ഇൻകമായ ഡിജിറ്റൽ പൂൾ ഇൻകത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇത് നോൺ വർക്കബിൾ ആണ്. അതായത് നിങ്ങൾ വർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളെ വാലറ്റിലേക്ക് ഡിജിറ്റൽ IDയുടെ വാലറ്റിലേക്ക് ക്യാഷ് വന്നുകൊണ്ടേയിരിക്കും. ഇത് എവിടുന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്നുള്ളത് വെച്ചാൽ ഡിജിറ്റൽ മേഖലയിൽ നടക്കുന്ന കച്ചവടത്തിൻ്റെ ഒരു വിഹിതം, അതായത് 50% എന്താണ് ഒരു പൂളിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. ഇത് ആഴ്ചയിലും ആരൊക്കെ ഡിജിറ്റൽ ID ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടോ അവർക്ക് തുല്യമായിട്ട് കമ്പനി എന്താക്കും, ഇത് വീതിച്ചു കൊടുക്കും. ഇനി ഡിജിറ്റൽ പൂൾ ഇൻകം എത്ര ഉണ്ടാവും എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് 95 ടൈം ഉണ്ടായിരുന്നു, 114 ടൈം ഉണ്ടായിരുന്നു, 120 ഉണ്ടായിരുന്നു, 115 ഉണ്ടായിരുന്നു, 110 ഉണ്ടായിരുന്നു. ഇങ്ങനെ പല റേഞ്ചിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് വരുന്നത്. അപ്പം ഡിജിറ്റൽ പൂൾ ഇൻകം ഒരു കറക്റ്റായിട്ട് കൊണ്ട് പറയാൻ കഴിയില്ല. 95 കിട്ടിയ ടൈം ഉണ്ടായിരുന്നു, ഇപ്പോൾ 114 കിട്ടിയ ടൈമുണ്ട്, 120 കിട്ടിയ ടൈമുണ്ട്. നമുക്ക് എന്താക്കാം, ഒരു അറൗണ്ട് ഒരു 100 വേണമെങ്കിൽ ചവിട്ടി പിടിച്ചിട്ട് പറയാം ഡിജിറ്റൽ പൂൾ ഇൻകം നിങ്ങൾക്ക് എന്തായാലും 100 രൂപ കിട്ടും. ഈ ഒരു ഡിജിറ്റൽ പൂൾ ഇൻകം ഭാവിയിലേക്ക് കൂടാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. കാരണം കമ്പനി ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ആ ഒരു ഡിജിറ്റൽ കച്ചവടം നടത്തുന്നത്. അത് ഭാവിയിലേക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ഡിജിറ്റൽ പൂൾ ഇൻകം 100% കൂടുകയും ചെയ്യും. ഇനി രണ്ടാമത്തേതാണ് റെഫറൽ ഇൻകം. ഈ റെഫറൽ ഇൻകം എന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ ID ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് 3000 രൂപ ഈ ഒരു റെഫറിങ് കമ്മീഷനിലേക്ക് മാറ്റിവെക്കും. അതിൽ 1500 രൂപ അവരാരാണോ അവരെ സ്പോൺസർ ചെയ്ത് അവർക്ക് കൊടുക്കും. ബാക്കിയുള്ള 1500 രൂപ അവർ മുതൽ 17 ലെവലിലുള്ള ആളുകളിലേക്ക് വീതിച്ചു കൊടുക്കും. ഇപ്പം ഞാനൊരു വ്യക്തിയെ സ്പോൺസർ ചെയ്താൽ എനിക്ക് 1500 രൂപ കിട്ടും. ഇനി ഞാൻ സ്പോൺസർ ചെയ്ത വ്യക്തി വേറൊരു ഡിജിറ്റൽ IDയെ സ്പോൺസർ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 450 രൂപയാണ്. പിന്നെ തേർഡ് ലെവലായിട്ട് എനിക്ക് കിട്ടുന്നത് 300 രൂപയാണ്, പിന്നെ 150 ആണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കമ്മീഷൻ പോകുന്നത്. അപ്പോൾ 1500 ആരെയാണോ സ്പോൺസർ ചെയ്യുന്നത് അവർക്കും, ആരാണ് അവരെ സ്പോൺസർ ചെയ്യുന്നത് അവർക്കും, ബാക്കിയുള്ള 1500 മുകളിലേക്കുമാണ് പോകുന്നത്. ഇത് എന്നുള്ളത് 1 ടൈം കമ്മീഷനാണ്. ഇത് നിങ്ങൾക്ക് തുടർന്ന് കിട്ടിക്കൊണ്ടൊന്നും നിൽക്കില്ല. പൂൾ ഇൻകം പോലെ നിങ്ങൾക്ക് ആഴ്ചയിൽ ക്രെഡിറ്റ് ആവുന്നില്ല. ഇനി മൂന്നാമത്തേതുള്ളത് റോയാലിറ്റി ഇൻകാണ്. ഈ റോയാലിറ്റി ഇൻകത്തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഹൈറിച്ചിൻ്റെ ഡിജിറ്റൽ ആ ഒരു റാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങളോട് പറയണം. കാരണം ഹൈറിച്ചിന് മനോഹരമായ ഒരു ഡിജിറ്റൽ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അതിൽ ഒന്നാമത്തെ റാങ്കാണ് ബ്രോൺസ്, രണ്ടാമത്തേത് സിൽവർ, മൂന്നാമത്തേത് ഗോൾഡ്, നാലാമത്തേത് പ്ലാറ്റിനം, അഞ്ചാമത്തേത് സഫയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ 18ഓളം റാങ്കുകൾ ഹൈറിച്ചിലുണ്ട്. നിലവിൽ ഹൈറിച്ചിൻ്റെ റാങ്കുകളിൽ 6 റാങ്കുകളിൽ മാത്രമേ അവിടെ ഹൈറിച്ചിൻ്റെ മെമ്പേഴ്സ് എത്തിപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള റാങ്കുകളിലൊക്കെ തന്നെ വൈകാതെ ആളുകൾ എത്തിപ്പെടും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യത്തെ റാങ്കായ ബ്രോൺസ് റാങ്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം? ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്യൽ സിമ്പിളായ ഒരു വിഷയമാണ്. നിങ്ങളെ സ്പോൺസർ IDയിൽ 3 മെമ്പേഴ്സിനെ ചേർത്ത്, നിങ്ങളെ സ്പോൺസർ IDയിൽ 3 ഡിജിറ്റൽ മെമ്പേഴ്സിനെ നിങ്ങൾ ചേർത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രോൺസ് റാങ്ക് അച്ചീവറായി മാറും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് 4500 രൂപ കിട്ടും. അവരിൽ നിന്നുള്ള ആ ഫസ്റ്റ് ടൈം കമ്മീഷന് 4500 രൂപ, 1500 വെച്ചുകൊണ്ട് 4500 രൂപ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കുമരകത്തേക്ക് ഒരു ട്രിപ്പ് ഉണ്ടാവും നിങ്ങൾക്ക്. ബ്രോൺസ് റാങ്ക് മുതൽ നിങ്ങൾക്ക് റോയാലിറ്റി സ്റ്റാർട്ട് ചെയ്യും. റോയാലിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തേതുള്ളത് സിൽവർ ആണ്. ഈ സിൽവർ റാങ്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താക്കണം, നിങ്ങളെ തൊട്ട് അണ്ടറിൽ ചേർന്ന അല്ല നിങ്ങളെ സ്പോൺസർ ID ചേർന്ന ആ 3 വ്യക്തികളെ നിങ്ങൾ എന്താക്കണം, ബ്രോൺസ് ആക്കി മാറ്റണം. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു കാര്യം എന്ന് പറയുന്നത് ബൈനറി ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. ബൈനറിയിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും എവിടെയെങ്കിലും ആളുകൾ ഇറങ്ങിയാൽ മതി. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് പെയർ മാച്ച് ആയാൽ മാത്രം മതി എനിക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റൂല. ഇവിടെ എന്താക്കണം, നമ്മളൊപ്പം വന്നവർ റാങ്ക് ചേഞ്ച് ചെയ്യാതെ നമുക്കൊരു റാങ്ക് പോലും ലഭിക്കൂല. അപ്പം നമ്മളെ കൂടെ വന്നവരെന്താക്കാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ടീം വർക്ക്.
നമ്മളിപ്പോൾ ഒരു സാധു പെട്ടുപോയാൽ ആ സാധുവിനെയും കൂടി നമ്മൾ എന്താക്കണം, റാങ്ക് കവർ ചെയ്യാൻ സാധിക്കണം. എൻ്റെ തൊട്ടടിയിൽ വന്ന 3 പേര് സിൽവർ ആകുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഗോൾഡിലെത്താൻ കഴിയും. അല്ലെങ്കിൽ എൻ്റെ തൊട്ടടിയിൽ വന്ന 3 പേര് ബ്രോൺസിലാകുന്ന സമയത്ത് മാത്രമേ എനിക്ക് എന്താക്കാൻ കഴിയും, സിൽവറിലെത്തിപ്പെടാൻ കഴിയും. അങ്ങനത്തെ ഓരോ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളൊപ്പരം വന്ന 3 പേര് എന്താക്കണം, റാങ്കുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാനാവും, പുതിയ റാങ്കുകളിലേക്ക് കയറി പറ്റാനാവും. അപ്പോൾ രണ്ടാമത്തെ റാങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളെ തൊട്ടടിയിൽ വന്ന ഈ 3 പേര് എന്താണ്, ബ്രോൺസ് ആയാലും നിങ്ങൾ സിൽവർ ആവും. സിൽവർ ആയാലും നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ നെല്ലിയാമ്പതിയിലേക്കുള്ളൊരു ട്രിപ്പാണ്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ലെവൽ കമ്മീഷൻ എന്നുള്ള നിലക്ക് 450 × 9 വെച്ച് കിട്ടും. അത് 4050 രൂപ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ബേസ് കിട്ടും. ഇനി അടുത്തത് ഗോൾഡ്, അതുപോലെ തന്നെ പ്ലാറ്റിനം, സഫയർ. ഇതൊക്കെ റാങ്ക് അച്ചീവ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ തൊട്ടടിയുള്ള ആൾ ഏത് റാങ്കിലാണോ, 3 പേര് ഏത് റാങ്കിലാണോ അതിൻ്റെ തൊട്ട് മുകളിലുള്ള റാങ്കിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് റോയാലിറ്റി ഇൻകം. ഇപ്പോൾ ഓരോരോ റാങ്കിലും റോയാലിറ്റി കിട്ടുന്നുണ്ട്. ബ്രോൺസ് മുതൽ അങ്ങ് ഇപ്പോൾ എത്തി നിൽക്കുന്ന റാങ്കിൽ 6ാമത്തെ ആ റാങ്കിൽ വരെ കിട്ടുന്നുണ്ട്, റോയാലിറ്റി കിട്ടുന്നുണ്ട്. ഈ റോയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയൊരു ഡിജിറ്റൽ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് കമ്പനി 600 രൂപ റോയാലിറ്റി ഇൻകത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. 600 രൂപ എന്ന് പറയുന്നത് 6 റാങ്കുകളിലാണ് നിലവിൽ എത്തിപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. ഈ 6 റാങ്കുകളിൽ ഈ 600 രൂപ എന്താക്കും, 100 രൂപ ബ്രോൺസിലേക്ക്, 100 രൂപ സിൽവറിലേക്ക്, 100 രൂപ ഗോൾഡിലേക്ക്, 100 രൂപ പ്ലാറ്റിനം, 100 രൂപ സഫയർ, 100 രൂപ പേൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഈ 600 രൂപ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ബ്രോൺസിൽ ഇപ്പം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഒരുപാട് റാങ്ക് അച്ചീവേഴ്സ് ഉണ്ട് ബ്രോൺസിൽ. കാരണം ബ്രോൺസ് ആണ് സുഖമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാനൊരു ഡിജിറ്റൽ ഐ ഡി ആക്ടിവേഷൻ ചെയ്തു. അപ്പം കമ്പനി എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ എന്താക്കും, ബ്രോൺസിലേക്ക് മാറ്റിയേക്കും. അപ്പം ബ്രോൺസിലേക്ക് മാറ്റിയേക്കുമ്പോൾ ബ്രോൺസിൽ ഇപ്പോൾ ഒരു 100 ആളുകളുണ്ടെന്ന് കരുതുക. ഒരു 100 ബ്രോൺസ് റാങ്ക് അച്ചീവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ 100 രൂപ 100 ആളുകൾക്കും കൂടി വീതിച്ചു കൊടുത്താൽ ഒരാൾക്ക് 1 രൂപയെ കിട്ടും. മനസ്സിലായോ? ഇനി അതേ 100 രൂപ കമ്പനി സിൽവറിലേക്ക് മാറ്റിയേക്കുന്നുണ്ട്. അപ്പോൾ സിൽവറിൽ ഇപ്പോൾ ഒരു 80 ആളുകൾ ഉണ്ടെങ്കിൽ ഈ 80 ആളുകൾക്ക് വീതിച്ചു കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ സഫയറിലെത്തി. അപ്പോൾ സഫയറിലേക്കും 100 രൂപ മാറ്റിയേക്കുന്നുണ്ട്. അങ്ങനെ സഫയറിലും ഈ 100 രൂപ ചിലപ്പോൾ ഒരു 10 ആളുകൾക്കേ കൊടുക്കുന്നുള്ളെങ്കിൽ എത്ര കിട്ടി, ഒരാൾക്ക് 10 രൂപ വെച്ച് കിട്ടിയില്ലേ? അതായത് റാങ്ക് അച്ചീവേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ഒരു റാങ്കിൽ കിട്ടുന്ന റോയാലിറ്റി കുറയും. റാങ്ക് അച്ചീവേഴ്സിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ആ ഒരു റാങ്കിൽ കിട്ടുന്ന റോയാലിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം ബ്രോൺസിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 150 ആ ഒരു സംതിങ് കിട്ടിയാൽ നിങ്ങൾ സഫയറിൽ എന്താക്കും, അതിനപ്പുറമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ ഗോൾഡിൽ 2000 കിട്ടും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം ഞാൻ പറഞ്ഞുതരാം, 2000 സംതിങ് ആണ് ഗോൾഡ് കിട്ടുന്നത്. പക്ഷേ സിൽവറിൽ കിട്ടുന്ന 600 സംതിങ് ആണ്. ഇത് ഇന്ന് വന്ന് കിടക്കുന്ന ആ ഒരു റോയാലിറ്റി ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റോയാലിറ്റി ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ റാങ്കിലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ കൊടുക്കാൻ നിങ്ങൾ നോക്കുക, ഓരോ റാങ്കിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇനി അടുത്തൊരു കാര്യം എന്നുള്ളത് നാഷണൽ പ്രൊമോട്ടറിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ ഒരു റാങ്കിങ് സിസ്റ്റത്തിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ഹൈറിച്ചിൻ്റെ നാഷണൽ പ്രൊമോട്ടറായി മാറാം. എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നല്ലപോലെ അധ്വാനിക്കണം, അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മെനക്കെടണം, ആ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ നാഷണൽ പ്രൊമോട്ടറായി മാറുകയുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് നാഷണൽ പ്രൊമോട്ടർ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സഫയർ റാങ്ക് എത്തുന്ന ആളുകൾ ഡിസംബർ 31 ഉള്ളിൽ ആരെങ്കിലുമൊക്കെയാണ് സഫയർ റാങ്ക് എത്തുന്നത്, അവർക്ക് ഹൈറിച്ചിൻ്റെ നാഷണൽ പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരു പദവി കൊടുക്കുന്നുണ്ട്. ആദ്യം ഗോൾഡിൽ നാഷണൽ പ്രൊമോട്ടർ ആവാമായിരുന്നു, പക്ഷേ ഇപ്പം സഫയർ റാങ്കിലേക്കാണ് എത്തിയത്. അപ്പോൾ സഫയർ റാങ്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ലപോലെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 31 ഉള്ളിലെത്തുന്ന ആദ്യ 50 വ്യക്തികൾക്ക് മാത്രമേ നാഷണൽ പ്രൊമോട്ടർ എന്നുള്ള പദവി കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 30ഓളം മെമ്പേഴ്സ് കഴിഞ്ഞു. ഇനി ഒരു 20 മെമ്പേഴ്സിനാണ് ചാൻസ് ഉള്ളത്. സോ നല്ലതുപോലെ ശ്രമിച്ചാൽ നിങ്ങൾക്കും കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അണ്ടറിലൊക്കെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്ത് നല്ലപോലെ ശ്രമിച്ചാൽ നിങ്ങൾക്കും നാഷണൽ പ്രൊമോട്ടറായി മാറാം. നല്ലപോലെ അധ്വാനമുണ്ട്. അപ്പോൾ ഓരോരോ ഡിജിറ്റൽ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് 500 രൂപ ഈ നാഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഇൻകത്തിലേക്ക് വേണ്ടി മാറ്റിയേക്കും. അതിൽ 100 രൂപ നാഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ ട്രെയിനിങ് കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയേക്കും. ബാക്കി വരുന്ന 400 രൂപ അവർക്കുള്ളതാണ്. അപ്പോൾ നാഷണൽ പ്രൊമോട്ടേഴ്സിന് നല്ലൊരു ഇൻകം എന്തായാലും മാസത്തിൽ നല്ലൊരു ഇൻകം അവർക്ക് ആ ഒരു ബേസിൽ നാഷണൽ പ്രൊമോട്ടർ എന്നുള്ളൊരു ബേസിലും അവർക്ക് സമ്പാദിക്കാൻ സാധിക്കും. സോ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ് ചെക്ക് ചെയ്യുന്നവർക്ക് വലിയൊരു ഉപകാരം. പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ബൈ.